ശരിക്കും ഇപ്പൊ തന്നെ ചോറുണ്ണാ, വേറെ കറിയിടൊന്നും ആവശ്യമില്ല. ഇത് സബോള എടുത്തിട്ടില്ലേ ശരിക്കല്ലേ, ഇതൊന്ന് അടച്ചു വയ്ക്കാം വേവട്ടം കൂടെ അല്ലേ. എല്ലാം കൂടി ഇനി മിക്സ് ആക്കണം. കുറച്ച് നാളായിട്ട് നമ്മൾ അമ്മാസ് ലഞ്ച് കോമ്പോസിൻ്റെ വീഡിയോസൊക്കെ ആ സീരീസ് തന്നെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. മനഃപൂർവ്വം അങ്ങനെ പ്രത്യേകിച്ച് കാരണം ഒന്നുണ്ടായിട്ട് നിർത്തി വെച്ചൊന്നുമല്ല. അതായത് പുറത്തുള്ള വീഡിയോസ് കുറേ പെൻഡിങ് ഉണ്ട്, സ്റ്റിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ബാംഗ്ലൂർ പോയത്, പിന്നെ അതുപോലെ തന്നെ അനിയൻ തിരിച്ച് എയർപോർട്ടിലേക്ക് പോയത്, അതൊന്നും അനിയൻ പോയിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെ അതൊന്നും ഇടാനോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ആ വീഡിയോസൊക്കെ നമുക്ക് ഇടണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു അതൊക്കെ നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് നാളായല്ലോ അമ്മാസ് ലഞ്ച് കോംബോ സീരീസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ കുറേ കമൻറ്റുകൾ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, എന്താ ലഞ്ച് കോമ്പോസ് ചെയ്യാത്ത, ലഞ്ച് കോമ്പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടണില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അമ്മയും ദീപവും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എന്താ ഒന്ന കറി അല്ല, കറി എന്നല്ല, എന്തൊക്കെയായി അമ്മ? ഇതെന്തിട്ടാ? അപ്പം പയറും മെഴുക്ക് പുരട്ടിയിലിടുന്നുണ്ടല്ലേ. പയർ കൂടി വരുമ്പോഴേ കലക്കും. ഒരു ഗ്ലാസ് പയറല്ലേ. ഇത് അമ്മയുടെ ഒറ്റക്കയ്യനല്ല അരക്കയ്യനാ, കുക്കറാണ്. അതുകൊണ്ട് അതിൻ്റെ കയ്യൊന്ന് കാണിച്ചേ. അതുമല്ല ആ പിടിയില്ല അമ്മ, അത് വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് അതുകൊണ്ട് കൊണ്ടുവന്ന് കാണിക്കി. ഈ ഒരു ഭാഗം വെച്ചിട്ട് മാത്രം അമ്മയുടെ മറ്റേ ഭാഗം വേണ്ടെന്നാണ് അമ്മ പറയണത്. അപ്പൊ കൂർക്ക എത്ര എടുത്തുള്ള? അരക്കിലോ ഉണ്ടത്? അരക്കിലോ ഉണ്ടല്ലേ? ഫുൾ എടുത്താ? പകുതി എടുത്തല്ലേ? അപ്പോൾ കൂർക്കയും പയറും റെഡി ഉണ്ട്. അപ്പം ഇനി അത് മെഴുക്ക് പുരട്ടിയാക്കാം. ദീപ എന്താ പരിപാടി? എന്താ ഉറക്കം വരണ്ട? പച്ചമുളക് കണ്ണി പോയാ? കൂർക്ക വന്നിട്ടുണ്ട്. ഒരുമിച്ചിട്ടെ? അതെ, ഒരുമിച്ചിട്ടോ. വീട് കത്തിക്ക നീ. അവളുടെ കണ്ണിൽ പച്ചമുളക് പോയിട്ട് നോക്കി. എന്താണ് മോളെ കണ്ണിൽ പച്ചമുളകൊക്കെ തേച്ചിട്ട്? അപ്പോൾ ഉള്ളി എത്ര ഉള്ളി? ഇത് ഉള്ളിയാ സബോള? ഇതിന് സബോള എടുക്കണം അല്ലേ? മോര് കറിക്ക് ഉള്ളി അല്ലേ? ഇത് ഒരു സബോള അല്ലേ? ഇതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കണേ. പകുതി നമ്മൾ ചമ്മന്തിക്ക് മാറ്റിക്കും അല്ലേ? ഇത്ര പെട്ടെന്ന് തന്നെ ചൂടായില്ലേ? പകുതിന് കുറച്ച് കൂടുതലെടുക്കമ്മ, അത് ചമ്മന്തിക്ക് കുറച്ച് മതി. തേങ്ങ ഉണ്ടല്ലോ. പച്ചമുളക് മതിച്ചോ. ശരിക്കും ഇതിന് പച്ചമുളകിൻ്റെ ആവശ്യമില്ല, ഇതിന് കുത്തുമുളകാണ് ആവശ്യം. നമുക്ക് എടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം അല്ലേ ദീപോ? മതിയില്ലേ? അപ്പോൾ ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ കുത്തുമുളക്. അവനവൻ്റെ എരിവനുസരിച്ച് ഇടാം. എൻ്റെ അമ്മയ്ക്ക് കുറച്ച് എരിവ് മതി, പക്ഷെ എന്നാലും അല്ലേ കൂട്ടൂല്ലേ? മോന് വേണ്ടി കൂട്ടും അല്ലേ? മഞ്ഞപ്പൊടി നിർബന്ധ? എന്നാ വരുന്നുള്ളൂ കേട്ടോ. വേപ്പലൊക്കെ കൈ പിടിച്ച് വെച്ചിരിക്കല്ലേ? മഞ്ഞപ്പൊടി നല്ലതാണ്. നമ്മുടെ ഫിറോസ് ചുറ്റിപ്പറൊക്കെ എല്ലാത്തിനും ഇടും.
എന്നിട്ട് ശകലം ഉപ്പും കൂടി ഇടണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടാല്ലേ, നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി വെള്ളമൊക്കെ വറ്റി ഇതൊന്ന് സെറ്റാവണം. ഇതൊന്ന് കുറച്ച് നേരം അല്ലേ ഉണ്ട് നോക്കിയിട്ട് ദീപം കുറച്ചുകൂടി ഒരു 1/2 ടീസ്പൂൺ. മൊത്തം എത്ര 1.5 ടീസ്പൂണോ 2 ടീസ്പൂണോ ഉപ്പിട്ട? 1.5. നന്നായിട്ട് വെള്ളം വറ്റിയിട്ട് വരട്ടെ, അല്ലെങ്കിൽ ഈ വെള്ളത്തോടു കൂടി എടുത്താൽ മതിയാ. കാരണം ചോറുണ്ണുമ്പോൾ ഇത്തിരി ചാറൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ കുറച്ച് ചാറൊക്കെ ഉണ്ടെങ്കിൽ അതൊരു രസമാണ്. കൂർക്ക പയർ മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ശരിക്കും ഇപ്പം തന്നെ ചോറുണ്ണാ, വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ മോര് കറിയൊക്കെ ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാം അല്ലേ. ഇനി നമുക്ക് മോര് കറിയിലേക്ക് കിടക്കാം. അപ്പം ഇന്ന് നമ്മൾ മുരിങ്ങയിലിട്ട മോര് കറിയാണ് തയ്യാറാക്കണേ. അപ്പോൾ ഒരു പിടി ഏകദേശം അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ടുള്ള മുരിങ്ങയില അവിടെ നിന്ന് കിട്ടിയമ്മ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മറ്റേ വൃശ്ചിക 1 വീഡിയോ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ രജിതേച്ചി ഞങ്ങൾക്ക് തന്ന സ്നേഹത്തോടെ തന്ന മുരിങ്ങയിലാണ് ഞങ്ങളിന്ന് ഇടുന്നത് അല്ലേ. ഞങ്ങൾക്കാണെങ്കിൽ മുരിങ്ങയില ചീരാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് അല്ലേ ദീപം. അപ്പോൾ ഇത്തവണ കുക്കിങ്ങിന് നേതൃത്വം വഹിക്കുന്നത് ദീപുവാണ്. അമ്മയുടെ നിർദ്ദേശപ്രകാരം ദീപുവിൻ്റെ പാചകകലയെ നമുക്ക് വിലയിരുത്താം. അല്ല, ചട്ടിയിൽ വെള്ളം പറ്റിയിട്ടില്ല. താലവുമായി എത്തുന്ന അമ്മ എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ചട്ടകം ആയിക്കോട്ടെ, ചട്ടകം ആയിക്കോട്ടെ. മറ്റേ ആ മരക്കയിൽ വട്ടത്തിലുള്ള ഒരു സാധനമല്ലേ, അമ്മയുടെ ചുമ പലപ്പോഴും നമുക്കൊരു വെല്ലുവിളി ഉണർത്തുന്നുണ്ട്. പക്ഷേ അത് നല്ലതാ. കരിയണ്ട നന്നായി ചൂടായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കടുക് ഇടേണ്ടതാണ്. കടുക് എത്തിയിട്ടില്ല. അങ്ങോട്ട് ചേർക്ക്. ഇതെന്താ പൊട്ടാത്ത ഈ കടുക് അല്ലേ? മൺചട്ടിയിലായാലും പൊട്ടിക്കൂടായിന്. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കുറച്ച് ഉലുവ, എൻ്റെ അമ്മയുടെ കയ്യിൽ ഉലുവ വേണ്ടിട്ടാ. ഇതേ ഈ ഉലുവ എനിക്കത് ചേർക്കും. കഴിക്കുക അമ്മ, നമുക്ക് ഇഷ്ടമുണ്ടല്ലേ ഇങ്ങനത്തെ കോമഡികളല്ലേ. ഒരുമിച്ചിട്ടോ കേട്ടോ, വേറെ ആയിക്കോട്ടെ. കറിവേപ്പില ഇട്ടോ. അതിട്ടോ. സവോള പച്ചമുളക് ഇട്ടോ. എനിക്ക് അരിയാന്നൊക്കെ ഉണ്ട. സവോള ബാക്കിയുള്ള പച്ചമുളക് എല്ലാം കൂടി ഇതിലേക്ക് തട്ടിക്കുകയാണ്. മോര് കറി ഉണ്ടാക്കുക ചെറുള്ളി ഉണ്ടാക്കി വെച്ചിട്ട് അരിഞ്ഞ് വെച്ചിട്ട് സവോള ഇട്ട്. നല്ല മുളക് നമ്മൾ ഈ ചെറുള്ളി ഉണ്ടാക്കി വെച്ചിട്ട് മോര് കറിക്കല്ലേ ഇത് സവോള എടുത്തിട്ടില്ലേ. ചെറുള്ളി കുറച്ചിട്ട് മതി. ബാക്കി ചമ്മന്തിക്ക് എടുക്കാം. ഇന്നത്തെ ചെറുള്ളി ചമ്മന്തിക്ക യോഗം. ചിരിക്കണ നമ്മൾ സബോളയും ഉള്ളിയൊക്കെ ഇടും, പക്ഷെ ചെറുള്ളിയാണ് ടേസ്റ്റ്. എല്ലാം കൂടി ഇപ്പോൾ ആയിട്ടുണ്ട്. ഇരിക്കണല്ലേ. അതല്ലമ്മ, എത്ര പച്ചമുളക് ചേർത്തിട്ട്? 6 പച്ചമുളക്. അപ്പോൾ എരിവുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം വേണ്ടല്ലേ? ലാസ്റ്റ് വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം അല്ലേ? കുറച്ച് ഇഞ്ചി ചേർക്കാം അല്ലേ? ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഏകദേശം ആയിട്ടുണ്ട് അല്ലേ അമ്മ? മഞ്ഞൾപ്പൊടി, ഓക്കെ. അപ്പോൾ അരപ്പ് ചേർത്തോ. ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തോ. വെള്ളത്തിന് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ തൈരാണോ മോരാണ് ചേർക്കണമ്മ? തൈരാ. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തോ. ഇത് ലൂസായിക്കോട്ടെ അല്ലേ ദീപേ? വല്ലാണ്ടല്ല, മോര് കറി ചാറ് വേണ്ടേ കുറച്ച്. മുരിങ്ങല വരുമ്പോഴേ ടൈറ്റാവും. കുറച്ച് വെള്ളം ചേർത്തോ. മതി അല്ലേ ദീപോ? തിള വന്നിട്ടാ ദീപോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മുരിങ്ങല ചേർക്കാം ആദ്യം, എന്നിട്ട് മോര് ചേർത്താൽ മതി. അങ്ങോട്ട് ചേർക്കണ്ട അമ്മ.
യെസ് നൈസ്. എന്ത് രസമല്ലേ മുരിങ്ങയിലൊക്കെ എടുക്കണാണ്. ഒരു 2 മിനിറ്റ് ഇത് ഒന്ന് ഇതാവട്ടെ, തിളക്കട്ടെ. 2 മിനിറ്റ്. അതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി തൈര് ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കാം. പുളി നോക്കി ചേർക്കാം. കുറച്ച് ചേർക്കുക ആദ്യം അല്ലേ അമ്മ? 2 ടീസ്പൂൺ മതിയാ? 1 ടീസ്പൂൺ ചേർത്തു. 3 ഓക്കെ. ഇനി തൈര് ചേർത്ത് ഒന്ന് ഇളക്കി നല്ല പോലെ ഇങ്ങോട്ട് ഇളക്കുക. ദീപു നല്ല പോലെ ഇളക്കും. ഒരു ശകലം ചാറുണ്ടെന്നാൽ ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കാര്യങ്ങളൊക്കെ. കുറച്ചുകൂടി വെച്ചാൽ പുളി പോരെ, കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. ഇത്തിരി പഞ്ചസാര ഇടണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. അങ്ങനെ കറി ഓക്കെയാണ്. പുളിയുണ്ടാ? കുറച്ചുകൂടി വേണ്ടേ? ഇത്തിരി മോര് ഒഴിച്ചാലോ? ഒരു ശകലം മോര് ഒഴിക്കുന്നുണ്ട്. തൈര് വേണമെങ്കിൽ തൈര് ചേർക്കാം. ഞങ്ങളെന്തായാലും ഇത്തിരി മോര് ചേർക്കുന്നുണ്ട്. മതി. നല്ല ചൂടുണ്ട്. ഇതൊന്ന് അടച്ച് വയ്ക്കുക, വേവട്ടെ അങ്ങോട്ട് അല്ലേ? ഈ മുരിങ്ങയില വേവണ്ടേ? അപ്പോൾ ഈ ചൂടിൽ കിടന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലിട്ട മോര് കറി ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ചമ്മന്തിയുടെ പരിപാടികളിലേക്ക് കിടക്കാം. കൂർക്ക മെഴുക്ക് വരട്ടിക്ക് വെച്ച ഉള്ളി ഇന്ന് ചമ്മന്തിയിലേക്ക് പോയി. അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതൊരു 3-4 പച്ചമുളക് ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1/2 ടീസ്പൂൺ പോരെ? 1/2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ നാളികേരം, ഇത് എത്ര? അരമുറിയാണ്. എടുത്തു. എന്തായാലും വേസ്റ്റ് ആവില്ല. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി മതിയാ? കുറച്ചുകൂടി ഇട്ടോ? ഓക്കെ. അപ്പോൾ ഇതങ്ങോട്ട് അടിച്ചെടുക്കും. എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് വറുത്തെടുക്കും. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുണ്ട് കേട്ടോ. മതി. ശരിക്കും ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് പുളി ചേർക്കാം. പക്ഷെ നമ്മളിപ്പോൾ മോര് കറിയിൽ അത്യാവശ്യം അല്ലേ പുളി ഉണ്ടാവും. പിന്നെ നമ്മൾ വീണ്ടും ഒരു പുളി വേണ്ട വെച്ചിട്ടാണ്. ആവശ്യമുള്ളവർക്ക് കുറച്ച് പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം അല്ലേ അമ്മ? ഒരു ചെറിയ പപ്പടം വറക്കാലോ. അതിനൊരു ദീപൂടെ റെഡി ആയിട്ടിരിക്കണം അല്ലേ? കുരുമുളകിൻ്റെ അപ്പളാണ്, പോപ്പുലർ അപ്പളം. ഇത് കുഞ്ഞമ്മോടെന്നല്ലേ? ഇത് എവിടെ നിന്നാ? കുഞ്ഞമ്മ ഡ്രസ്സിൽ പോയാ? പാപ്പ പോയി വന്നപ്പോൾ കൊണ്ടുവന്നല്ലേ? നമ്മുടെ ചന്ദ്രപാപ്പൻ കൊണ്ടുവന്നാണ്. എന്തായാലും വറുത്ത് നോക്കട്ടെ, അങ്ങനെ നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ വേറെ പാക്ക് ഉണ്ടല്ലേ? പൊട്ടിച്ചു. പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ പിന്നെയും അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു കെട്ടും കൂടി ഉണ്ടല്ലേ? അപ്പളം നമ്മളെ വീട്ടിൽ മുമ്പ് വറുത്തിട്ടില്ലല്ലോ അമ്മ? അല്ല, അപ്പളം നമ്മൾ വറുത്തിട്ടില്ലല്ലോ? ഇത് ഏത്? അതിവിടെ ഓർത്ത? അത് ശരി. പിന്നെ ചെറിയ അത് സെയിം തന്നെ. കുഴപ്പമില്ല. ചമ്മന്തികളൊക്കെ കൂട്ടിക്കുന്നു. ഉപ്പിട്ടാ മതിൽ? ഉപ്പിട്ടുണ്ടല്ലേ? ഉപ്പുണ്ടല്ലേ? എരുണ്ടാ? കുറേശ്ശെ കൂട്ടിയാൽ മതി. എരിവ് വേണ്ടാത്തവരെ കുറച്ച് വെളിച്ചെണ്ണ കൊഴിച്ചിട്ടേ കുറേശ്ശെ കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ചോറ് വിളമ്പി ഇനി കറികളിടാം. കുറച്ചും കൂടി ഇട്ടോ? മതി. ലാവിഷായിട്ടുണ്ട്. അതിപ്പോൾ ചമ്മന്തി മൊത്തം ഞാൻ കൂട്ടേണ്ട ഒരു എരിവുള്ളതുകൊണ്ട് അല്ലേ? മതി. അടച്ചോ. കുറച്ചുകൂടി വെച്ചോ ചാറ്. ഓക്കെ. രണ്ടാളും കഴിക്കൂ, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. മോരിന്നോട്ടെ, മോര് കറി. അങ്ങനെ
എങ്ങനെയുണ്ട് അമ്മ ചമ്മന്തി ഒരു കൂടുതലുണ്ടോ? എനിക്കത് കൂടുതലാ. ഇപ്പം എല്ലാവരും എന്നോട് ഈ വള ഊരി വയ്ക്കാൻ കുറച്ച് പേരെ പറയണം. അപ്പം ഞാൻ തൽക്കാലം നീ ഊരി കൊണ്ടുപോയി തൽക്കാലം നമുക്ക് ഈ ഇടത് കൈമിലേക്ക് ഇടാം. വലത് കൈ കൊണ്ടല്ല കഴിക്കണേ. ഓക്കെ, അപ്പോൾ ഇടത് കൈമിലേക്ക് ഇടാം. ഇത്തിരി മോര് കറി കൂട്ടി പിടയ്ക്കട്ടാണ്. എനിക്ക് ഈ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ ചീര എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മോര് കറിയും വളരെ ഇഷ്ടമാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോണ്ടല്ലോ. ഇനി ഇത്തിരി ചമ്മന്തി എടുക്കാം. ചമ്മന്തിയും ചമ്മന്തി എത്ര രൂപ കൂടുതലുണ്ടോ? വെറുതെ അമ്മ ഓരോന്ന്. നല്ല ചമ്മന്തി ഉണ്ട്. ഇനി നമ്മുടെ ഫേവറേറ്റ് പയർ കൂർക്ക. കുറച്ച് മോര് കറി വെച്ചത്. ഇപ്പോൾ ഇതിൽ മോര് കറിയില്ല. ഫുള്ള് ഒഴിച്ചു, എന്തായാലും ഒഴിച്ചു. മുരിങ്ങല ഒക്കെ പുറത്തങ്ങട് ചമ്മന്തി എല്ലാം കൂടി അങ്ങോട്ട് ഇനി മിക്സാക്കലാണ് പരിപാടി. കൂർക്ക, പയർ, ഓരോരുത്തരും അടുത്ത ഇഷ്ടത്തിന് കഴിക്കുക അല്ലേ. ഞാൻ കുഴച്ചടിക്കണം എല്ലാം കൂടി. രക്ഷയില്ല. ചോറത്തിരി വേണ്ടി വരും. സത്യത്തിൽ വയറ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. വയറ് ഫുള്ളായി. ഇന്നത്തെ ഈ കോംബോ അടിപൊളിയുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പി പ്ലസ് എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ കൂടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അമ്മ സ്പീഡ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ദീപ എൻ്റെ ഒപ്പം തന്നെ സ്പീഡ് പിടിച്ചു തുടങ്ങി അല്ലേ. എന്താ നല്ല ഇഷ്ടമായി എൻ്റെ ആൾക്ക്. എങ്ങനെയുണ്ട് അപ്പളം ദീപോ? വിചാരിച്ചത്ര കുഴപ്പമില്ല അല്ലേ? അപ്പളം വേണോ? വേണ്ട, അത് മോര് കറി മാത്രം. വെറുതെ അല്ല എനിക്ക് വിളമ്പാനൊരു പിശുക്ക് ഉണ്ടായിരുന്നു അല്ലേ. ചമ്മന്തി ഇതിൽ കിട്ടോ? അമ്മ ചമ്മന്തി ഇതിൽ കിട്ടോ? അമ്മയ്ക്ക് വേണമെങ്കിൽ ചമ്മന്തി ഇതിൽ കിട്ടോ? വെറുതെ ചമ്മന്തി തിന്നാൻ പറ്റില്ല. ഒരു മണി ചോറിട്ടോ, ഒരു സ്പൂൺ ഇട്ടാ. അപ്പോൾ ഈ ചമ്മന്തിയും ബാക്കിയുള്ള കൂർക്കയും കൂട്ടിയിട്ടേ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കഴിക്കുന്നു. ഒരു ഫൈനൽ പിടി. നല്ല ചമ്മന്തി, നല്ല കൂർക്ക മെഴുക്ക് പറ്റി, എല്ലാം അടിപൊളിയുണ്ട്. മോര് കറി അല്ലേ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഊണ് കഴിഞ്ഞു. അപ്പം ഇനി കൂടുതൽ വലിച്ചു നീട്ടണില്ല. അപ്പം ഇന്നത്തെ കോംബോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു ലഞ്ച് കോംബോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.